നാരായണ. ഓം. ശ്രീമദ് നാരായണീയം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. ഓം. ഒന്നാമത്തെ ശ്ലോകം. പൃഥോസ്തു നപദ പൃഥുധർമ്മകർമ്മ പ്രാചീന ബർഹി യുവതൗ ശതദ്രുതൗ പ്രാചേതസോ നാമ സുചേതസസ്ഫുത പ്രാചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത്വാൽ കരുണാങ്കുരാനിവ. പൃഥോ, ഭഗവാനെ, പൃഥോഹോ നപ്ത, പൃഥുവിൻ്റെ പൗത്രപുത്രൻ. നപ്ത എന്നുള്ളത് പേരക്കുട്ടൻ്റെ മകൻ. പൃഥോഹോ നപ്ത, പൃഥുവിൻ്റെ മകൻ്റെ മകൻ്റെ മകൻ. പൃഥുധർമ്മകർമ്മഠ, പൃഥുവിനെ അനുകരിക്കുന്ന ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള സൽസ്വഭാവിയായിട്ടുള്ള ഒരു രാജാവ്. പ്രാചീന ബർഹി, പ്രാചീന ബർഹിസ എന്ന പേര്. പ്രാചീന ബർഹിസ എന്ന പേര് വരാനുള്ള കാരണം ഭൂമി മുഴുവനെ അദ്ദേഹം യാഗം ചെയ്ത ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അനവധി യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ദർഭപ്പുല്ല് അങ്ങോട്ട് വിരിച്ചാൽ, ഭൂമിയുടെ ഉപരിതലത്തിലാണ് വിരിച്ചാൽ ഭൂമി മുഴുവനെ മൂടും. ഒരു പക്ഷേ പിന്നെയും ദർഭപ്പുല്ല് ബാക്കിയാവും. അത്രയും കൂടുതൽ യാഗം ചെയ്തു. അപ്പം അങ്ങനെയുള്ള ആ രാജാവിനെ കർമ്മഠത്വമാണ്, എങ്കിലും പ്രാചീന ബർഹിസ എന്ന് അതിപ്രശസ്തനായി തീർന്നു. പൃഥുവിൻ്റെ കുലത്തിൽപ്പെട്ടതാണ്. പൃഥുവിനെ അനുകരിക്കുക, ആയിരക്കണക്കിന് യാഗം ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ ആയിരക്കണക്കിന് യാഗം ചെയ്ത ഒരു രാജാവാണ് പ്രാചീന ബർഹിസ. ഭക്തനാണ്, പക്ഷെ കർമ്മഠനാണ്. യുവതൗ, യുവതിയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള ശതദ്രുതൗ, ശതദ്രുതി, ആ പ്രാചീന ബർഹിസിൻ്റെ പത്നി ശതദ്രുതി. ത്വത് കരുണ അങ്കുരാനിവ, ഭഗവാന്റെ ഈ കരുണ കൊണ്ട് മുളകൾ പൊന്നുവെച്ചാൽ പൊടിപ്പും തൊങ്ങലും ഉണ്ടാവുക, അങ്ങനെയല്ലേ, പരമ്പര നിലനിൽക്കുക. ആ അർത്ഥത്തിൽ സുചേതസഹ, ചേതസ്സുകളായിട്ടുള്ള ചൈതന്യം കൂടുതലുള്ളതായിട്ടുള്ള പ്രചേതസഹ നാമ, പ്രചേതസ്സുകൾ എന്ന് പേര് ഉള്ളവരായ സുതാൻ അജീജനത്, 10 മക്കളാണ്. ഒരേപോലെ, രൂപം ഒരുപോലെയാണ്, സ്വഭാവം ഒരുപോലെയാണ്, മറ്റെല്ലാ കാര്യങ്ങളും 10 കുട്ടികൾക്കും കണ്ടാലും അവരുടെ വിദ്യാഭ്യാസം തൊട്ടുള്ള സകല കാര്യങ്ങളും, പെരുമാറ്റങ്ങൾ സകലതും ഒരേപോലെ. അങ്ങനത്തെ ഒരു സഹോദരത്വം കാണാൻ വിഷമാണ്. അപ്പം ഇങ്ങനെ 10 പേര്, ഇത് 10 എന്നേരം കൊള്ളിക്കാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും 10 പേരും പ്രചേതസ്സുകൾ എന്ന് അച്ഛനാൽ പേരിട്ടതായിട്ടുള്ള പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ. അപ്പോൾ അവർക്കും ഈ പൃഥുവിൻ്റേതായിട്ടുള്ള, അതേപോലെ തന്നെ പ്രാചീന ബർഹിസിൻ്റേതായിട്ടുള്ള എല്ലാ ഭക്തി വിശേഷങ്ങളും സ്വഭാവ ശുദ്ധിയും, അതേപോലെ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു ഭാവവും. പൃഥുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പൃഥുവിനെ ഇഷ്ടമല്ലാത്തതായിട്ട് ഒരാളുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഇന്ദ്രൻ മാത്രമാണ്. ഇന്ദ്രൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാന്റെ ഒരു അംശമായിട്ട് ഭൂമിയിൽ അവതാരം സ്വീകരിച്ച് തന്നേക്കാൾ മീതയായി. വെറും അംശകല, വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ അംശകലയ്ക്ക് പോലും തന്നേക്കാൾ ഇത്രയും മീതയാണ് സ്ഥാനം എന്ന് കണക്കാക്കിക്കൊണ്ട് ഇന്ദ്രൻ നമസ്കരിച്ചു. കാരണം ഈ ദേവതകൾക്ക് മുഴുവൻ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് മുഴുവൻ പൃഥുവിനാൽ കൊടുക്കപ്പെട്ടു. പൃഥുവിൻ്റെ ശേഷമുള്ള ബാക്കി എല്ലാവരാലും അത് കൊടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് പൃഥുവിനോട് ഇത്രയും താല്പര്യം വന്നത്. ആ വംശത്തിൽപ്പെട്ടതാണ് ഈ പ്രാചീന ബർഹിസ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് 10 പേര് ഒരേപോലെ, ഒരേ സ്വഭാവത്തോടു കൂടിയിട്ട് പരമഭക്തന്മാരായിട്ട് ഭഗവാന്റെ കരുണയ്ക്ക് പാത്രീഭൂതരായിട്ട് ഉണ്ടായത്. പൃഥോഹോ നപ്താഹ, പൃഥുവിൻ്റെ പൗത്രപുത്രനും പൃഥുധർമ്മകർമ്മഠ, പൃഥുവിൻ്റെ അതേപോലെ തന്നെ ധാർമ്മിക കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സ്വഭാവമുള്ള ശുദ്ധനായിട്ടുള്ള മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ മക്കള്
ഈ പ്രാചീന ബർഹിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പത്നി ശതദ്രുതി യുവതിയാണ്. നിത്യയുവത്വം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിത്യയുവത്വം ഉണ്ട്, അതുകൊണ്ടാണ് യുവതി എന്ന് പറയാൻ കാരണം. അപ്പോൾ പ്രാചീന ബർഹിസ് യുവതിയായിട്ടുള്ള ശതദ്രുതിയിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ത്വൽ കരുണ അങ്കുരാൻ ഇവ, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഈ മുള പൊന്തിയത് എന്ന് വെച്ചാൽ മക്കളുണ്ടായത് എന്ന് സാരം. സുചേതസഹ, മാത്രമല്ല ഏറ്റവും നല്ല ചൈതന്യം, സാത്വികമായിട്ടുള്ള ചൈതന്യം അത് നല്ലോണം ഉള്ളതായിട്ടുള്ള പ്രചേതസഹ നാമ, പ്രചേതസ്സുകൾ എന്ന പേരായുള്ള ദശസുതാൻ 10 മക്കളെ അജീജനത് ജനിപ്പിച്ചു. എന്നുവെച്ചാൽ പ്രാചീന ബർഹിസിന് ഈ ശതദ്രുതിയിൽ പ്രചേതസ്സുകൾ എന്ന പേരായിട്ട് 10 പുത്രന്മാർ ഒരേപോലെ ഒരേ സ്വഭാവത്തോടു കൂടിയിട്ട് സുചേതസ്സുകളായിട്ട് പൃഥുവിനെ പോലെ തന്നെ എല്ലാവിധ ഈശ്വര അനുഗ്രഹവുമുള്ള ഭാഗ്യവാന്മാരായിട്ട് ഉണ്ടായി. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠ പ്രാചീന ബർഹി യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത് കരുണാങ്കുരാനിവാം. പൃഥോഃ തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹിഃ യുവതൗ ശതദ്രുതൗ പ്രചേതസഃ നാമ സുചേതസഃ സുതാൻ അജീജനത് ത്വത് കരുണ അങ്കുരാനിവ. പൃഥോഃ നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹിഃ യുവതൗ ശതദ്രുതൗ ത്വത് കരുണാങ്കുരാൻ ഇവ സുചേതസഃ പ്രചേതസഃ നാമ സുതാൻ അജീജനത് എന്ന് അന്വയം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വൽ കരുണാങ്കുരാനിവ. പിതുശുശ്രൂഷാനിരതസ്യ ശാസനാൽ ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. എപ്പോഴായാലും നമുക്ക് പുരാണങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കല്യാണത്തിന് മുന്നേ ഭഗവാനെ ഭജിക്കണം, സന്താനം ഉണ്ടാകുന്നതിന് മുന്നേ ദമ്പതിമാർ ഭഗവാനെ ഭജിക്കണം, വിദ്യ ഉണ്ടാവാൻ ഭഗവാനെ ഭജിക്കണം, ഉപനയനത്തിന് മുന്നേ ഭഗവാനെ ഭജിക്കണം, ചോറൂണ് കഴിഞ്ഞാൽ ഉടനടി അമ്പലത്തെ ഭഗവാനെ ഭജിക്കുക, അത് വേണം. ഇനി മരണമായാലും ശരി, മുന്നേയും വേണം പിന്നെയും വേണം. ഇപ്പോൾ ഭഗവത് ഭജനം, അതേപോലെ തന്നെ ഈ സമയത്തൊക്കെ ദാനവും വേണം. ബ്രാഹ്മണർക്ക് ഊട്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ചെയ്യണം. പിന്നെ പിറന്നാളെ തൊട്ടുള്ള വിശേഷങ്ങൾക്കൊക്കെ ഇതൊക്കെ ചെയ്യണം. എന്നുവെച്ചാൽ ഇത് എല്ലാ സമയത്തും ഈ തേവാരാദികൾ ചെയ്യണം, നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യണം. നിത്യനിദാനം ചെയ്യുന്നതിൻ്റെ പുറമെയാണ് ഈ നൈമിത്തിക കർമ്മങ്ങൾ. അപ്പോൾ ആ നൈമിത്തിക കർമ്മങ്ങൾ സ്ഥിരമായിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരിക്കലുമൊക്കെ വേണം എന്ന് സാരം. പിതൃകർമ്മങ്ങളായാലും ദേവകർമ്മങ്ങളായാലും ഇങ്ങനെ നൈമിത്തിക കർമ്മങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ പഞ്ചയജ്ഞങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. ദേവ, ഋഷി, പിതൃ, ഋഷികടം വീട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പുരാണത്തെ ആശ്രയിക്കണം. അതേപോലെ തന്നെ അതിഥികൾക്കായാലും തിര്യക്കുകൾക്കായാലും ആഹാരാദികൾ കൊടുക്കണം, സസ്യജാലങ്ങൾക്കായാലും ഒക്കെ അത് കൊടുക്കണം, ഒക്കെ നിർബന്ധമാണ്. അത് എല്ലാവരും ഒരേപോലെ ചെയ്യുകയാണെന്ന് ഈ പൃഥുവിനെ പോലെ തന്നെയാവും. അപ്പോഴാണ് ഈ പൃഥുധർമ്മ കർമ്മഠന്മാരാവുള്ളൂ, അല്ലാത്തവർക്ക് അത് സാധിക്കില്ലേ. ഇപ്പം നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചവരായതുകൊണ്ട്, ഈ പൃഥയുടെ മക്കളായതുകൊണ്ട്, ഭൂമിയുടെ മക്കളായതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ നിലനിൽക്കേണ്ടത് അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം. മരണം വരെ പ്രവൃത്തി, മരണം വരെ വിദ്യാഭ്യാസം, മരണം വരെ സേവനം, ഇതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ പിതൃ ശുശ്രൂഷാനിരതസ്യ ശാസനാൽ ഭവത്തപസ്യ അഭിരതാദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. ശുശ്രൂഷാനിരതസ്യ
പിതുഹു ശാസനാത്. പിതുഹു ശാസനാത് ശുശ്രൂഷ നിരതസ്യ. അച്ഛൻ്റെ ആജ്ഞപ്രകാരം സൃഷ്ടിയിൽ താല്പര്യമുണ്ടായി. പിതുഹു ശാസനാത് ശുശ്രൂഷ നിരത തസ്യ. അപ്പോൾ അതിൽ അനവധി ആൾക്കാരുണ്ടായതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ആജ്ഞപ്രകാരം സൃഷ്ടിയിൽ താല്പര്യം എല്ലാവർക്കും ഉണ്ടായി, 10 പേർക്കും ഉണ്ടായി. ഭവതപസ്യ അഭിരതാഹ. അതും അച്ഛൻ പറഞ്ഞു, ഭഗവാനെ ഭജിച്ചോളൂ, തപസ് ചെയ്തോളൂ. അപ്പോൾ ഇവർക്കും ആ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഭഗവാനെ തപസ് ചെയ്യാനുള്ള ആഗ്രഹിച്ച അവര് തേ ദശ അഭി പശ്ചിമം പയോനിധിം ഏത്യ. അവർ 10 പേരും ഒരുമിച്ച് പടിഞ്ഞാറെ പയോനിധിം ഏത്യ, പാലാഴി തീരത്ത്, പടിഞ്ഞാറേ കരയിൽ എത്തി, പടിഞ്ഞാറേ സമുദ്രത്തിലെത്തി, പാലാഴി തീരത്ത്. അപ്പോൾ തത്തടെ, അതിൻ്റെ തീരത്തുള്ള മനോഹരം സരോവരം സന്തദൃശു, അതിമനോഹരമായിട്ടുള്ള ഒരു തടാകം, ഒരു കായല്, ഒരു സരസ് അവിടെ സന്തദൃശു, നന്നായിട്ട് തന്നെ കണ്ടു. അത് ഏറ്റവും സുന്ദരമാണ്, ആകർഷകമാണ്, ശുദ്ധമാണ്, അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. ബൃഹത്താണ്, വലുതാണ്. അപ്പോൾ പിതുഹു ശാസനാത് ശുശ്രൂഷാ നിരതസ്യ ഭവത് തപസ്യ അഭിരതാഹ തേ ദശ അപി പശ്ചിമം പയോനിധിം ഏത്യ തത്തടെ മനോഹരം സരോവരം സന്തദൃശു. അവിടെ അച്ഛൻ്റെ ആജ്ഞപ്രകാരം സൃഷ്ടി ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ട് വിവാഹം കഴിക്കുക, അങ്ങനെയൊക്കെ വേണമല്ലോ. അതിനുശേഷം അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് സന്താനങ്ങൾ ഉണ്ടാവണം, പിന്നെ രാജ്യം ഭരിക്കുകയും വേണം. അതിനുള്ള അനുഗ്രഹത്തെ കിട്ടാൻ വേണ്ടിയിട്ട്, ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 പേരും ഒരുമിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് പാലാഴി തീരത്ത്, അവിടെ സമുദ്രതീരത്ത് എത്തി. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു സുന്ദരമായിട്ടുള്ളൊരു കായൽ കണ്ടു. സമുദ്രത്തിനോട് ചേർന്നതായിട്ടുള്ളൊരു കായൽ, ഒരു ജലാശയം, ഒരു സരസ്. അത് അതിസുന്ദരമാണ്, ശുദ്ധമാണ്. അത് കണ്ടു. അപ്പോൾ തപസ് അവിടെ ആവാമെന്ന് നിശ്ചയിച്ചു. അങ്ങനെയാണേ, അതിന് വേണ്ടിയിട്ടാ. പിതു ശുശ്രൂഷാ നിരതസ്യ ശാസനാത് ഭവത് തപസ്യ അഭിരത ദശ അഭി തേ പയോനിധിം പശ്ചിമം ഏത്യ തത് തടേ സരോവരം സന്തദൃശുഹു മനോഹരം. പദച്ഛേദം. ഇനി അന്വയം. ശുശ്രൂഷാ നിരതസ്യ പിതുശാസനാത്, അല്ലെങ്കിൽ പിതുശാസനാൽ ശുശ്രൂഷാ നിരതസ്യ ഭവത് തപസ്യ അഭിരതാഹ തേ ദശ അഭി പശ്ചിമം പയോനിധിം ഏത്യ തത്തടേ തത് തടേ മനോഹരം സരോവരം സന്തദൃശു. പിതുശുശ്രൂഷാ നിരതസ്യ ശാസനാൽ ഭവത് തപസ്യ അഭിരതാ ദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. 3-ാമത്തെ ശ്ലോകം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശയാദൃത പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശദ്ഭക്തതമസ്തവസ്തവം. അന്വയം. തദാ ഇദം ഭവത്തീർത്ഥം സമാഗതഃ ഭക്തതമഃ ഭവഃ ഭവത്സേവകദർശനാദൃതഃ പ്രചേതസാം പുരഃ പ്രകാശം ആസാദ്യ തവ സ്തവം ഉപാദിശത്. ഈ ഭഗവാന്റെ ഇഷ്ടക്കാരായിട്ടുള്ള ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ഈ പ്രചേതസ്സുകൾ ഭഗവാന്റെ തന്നെയായിട്ടുള്ള വാസസ്ഥലം, അല്ലെങ്കിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ടുള്ള, ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള ഈ തീർത്ഥക്കരയിൽ, സരസ് കണ്ടു എന്നുള്ള തീർത്ഥക്കരയിൽ ഉത്തമ ഭക്തന്മാരായിട്ടുള്ള ഇവര്, ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള മഹാദേവൻ ഭഗവാന്റെ ഭക്തന്മാരുടെ ദർശനം കൊണ്ട് പ്രത്യേകമായിട്ട് ഒരു ആദരവ് സ്വീകരിച്ചവനായി. അവിടെ ഇങ്ങനെയാണ് മേൽപ്പത്തൂർ പറഞ്ഞത്. ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ആ സരസിൽ നിന്നും തൻ്റെ തേവാരാദികൾ ഒക്കെ കഴിഞ്ഞ് ഭൂതഗണങ്ങളോട് കൂടിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ പ്രചേതസ്സുകൾ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരിക. ആ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മഹാദേവൻ
ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാനെ തപസ് ചെയ്യാനുള്ളതായിട്ടുള്ള മന്ത്രാദികളെ പറഞ്ഞു കൊടുത്തു. തപസ് ചെയ്യേണ്ട വിധിയെ പറഞ്ഞു കൊടുത്തു. ആ മന്ത്രങ്ങൾക്ക്, ആ സ്തുതിക്ക് രുദ്രഗീതം, യോഗാദേശം, ശിവഗീതം എന്നൊക്കെ പേര്. രുദ്രഗീതം 24-ാമത്തെ അധ്യായം. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു അധ്യായമാണ്. അത് രുദ്രഗീതം ജപിച്ചിട്ട് ആരാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന, അത് വളരെ പ്രധാനം. അപ്പോൾ ആ ഭഗവാന്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹത്തെ മഹാദേവൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ശിവമാർഗപ്രണയതാരം ശിവം എന്നാണ്. മംഗളമായിട്ടുള്ള മാർഗത്തെ പറഞ്ഞു കൊടുക്കുന്ന മംഗളസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഈ പ്രജേതസികൾക്ക് പറഞ്ഞു കൊടുത്ത വിധിയാണ് രുദ്രഗീതം, യോഗാദേശം എന്ന ഏറ്റവും സുന്ദരവും അതേപോലെ തന്നെ മുഖ്യവും ആയിട്ടുള്ള വേദസാരമായിട്ടുള്ള ഭഗവത് താത്വികമായിട്ടുള്ള മനഃശുദ്ധിക്ക് കാരണമായിട്ടുള്ള ഭഗവാന്റെ പ്രീതി എളുപ്പത്തിൽ ലഭിക്കാനുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപം ഉൾപ്പെടെയുള്ള സകലതും പറഞ്ഞതായിട്ടുള്ള ഭഗവാന്റെ രൂപം, ലീല, നാമമൊക്കെ ഉണ്ട് അതിൽ. ആ രുദ്രഗീതം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ ലീലയാണ്. മഹാദേവനെ ആ സമയത്ത് തന്നെ തേവാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ പ്രജേതസികളെ ആ സമയത്ത് തന്നെ അവിടെ ചെല്ലല്, തമ്മിൽ കാണല്, ഈ ഉപദേശത്തെ സ്വീകരിക്കല്. അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നല്ല, എന്നിട്ടും അത് കൊടുത്തു. ഭഗവാനെ തപസ് ചെയ്യാതെ കണ്ട് മഹാദേവന്റെ ദർശനം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭക്തന്മാരാണ്, അതുകൊണ്ടാ, അല്ലെങ്കിൽ കിട്ടില്ല. തഥാ ഭവത് തീർത്ഥം ഇദം സമാഗതഃ ഭവഃ ഭവൽ സേവക ദർശയ ആദൃതഃ പ്രകാശം ആസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമഃ തവ സ്തവം. ഭഗവാന്റെ സ്തുതി, ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിഗീതം അതാണ്. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവൽ സേവക ദർശയ ആദൃത പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശ ഭക്തതമസ്തവസ്തവം. ആ പ്രചേതസുകള് ഈ രുദ്രതീർത്ഥക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ, രുദ്രതീർത്ഥക്കരയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പടിഞ്ഞാറെ സരസിൻ്റെ തീരത്ത്. അവിടെ ചെന്നപ്പോൾ രുദ്രൻ എല്ലാ ദിവസവും അവിടെ കുളി ദേവാരമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ തൊഴുതിട്ടാണ് തൻ്റെ കൃത്യങ്ങളിലേക്ക്, സംഹാരാദികളിലേക്ക് കടക്കുക. അപ്പം അങ്ങനെ കുളി ദേവാരം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഈ പ്രചേതസുകൾ അവിടെ തപസ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോഴാണ് തപസ് ചെയ്യേണ്ടതായിട്ടുള്ള മാർഗങ്ങളെയൊക്കെ ഈ പൃഥുവിൻ്റെ കുലത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രാചീന ബർഹിസൻ്റെ പുത്രന്മാരായിട്ടുള്ള സൽസ്വഭാവികളായിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ ഭഗവാനെ തപസ് ചെയ്യാനുള്ള എല്ലാ വിധികളെയും പറഞ്ഞു തരാം. എവിടെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഭഗവാന്റെ രൂപം എന്താണ്, മന്ത്രം എന്താണ്, തപസ് ചെയ്യേണ്ട വിധി എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ പറഞ്ഞുതരാം. ആ വിധിയാണ് ഈ രുദ്രഗീതം, യോഗാദേശം, ശിവഗീതം എന്നൊക്കെ അതിന് പേര്. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സ്തുതിയാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തം ആസേ വിഷിതായുധം സമാഹ ഭവൽ സുഖാസ്വാദരസാദ് അമീഷ്രിയാൻ ബഭൂവ കാലോ ധ്രുവവത് ന ശീഘ്രതാം. അപ്പം അത് പറയാനാ കുറച്ച് താല്പര്യം തോന്നുന്നുണ്ട്. ധ്രുവന്റെ അത്ര വേഗത്തിൽ പ്രജേതസികൾക്ക് ഭഗവത് ദർശനം കിട്ടിയില്ല എന്നാണ്. ധ്രുവന് വെറും 5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് 5 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഭഗവാന്റെ ദർശനം കിട്ടി. പക്ഷെ ഇവിടെ 10,000 കൊല്ലം തപസ് ചെയ്തു. അതെങ്ങനെ തപസ് ചെയ്തു? ഈ 10 പേരും മഹാകേമന്മാരായിട്ട് കൃച്ഛ തപസ്സാണ് ചെയ്തത്. വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടന്നുകൊണ്ട് 10,000 വർഷം തപസ് ചെയ്തു. അപ്പോൾ നാരായണീയ കർത്താവായിട്ടുള്ള ആ പണ്ഡിതൻ ഇതിനെ ഒന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ വിചാരിച്ച് ധ്രുവന്റെ അത്ര വേഗത്തിൽ പ്രജേതസികൾക്ക് ഭഗവാൻ പ്രത്യക്ഷമായില്ല എന്ന് പറഞ്ഞു. അതാണ്
അന്നയം അമി അയുധം സമാഹ തം സ്തവം ജപന്തഃ ജലാന്തരേ ഭവന്തം ആസേവിഷിത അമീഷു ഭവത് സുഖാസ്വാദരസാത് ഇയാൻ കാലഃ ബഭൂവ ധ്രുവവത് ശീഘ്രത ന. ധ്രുവൻ 36,000 കൊല്ലാണ് രാജ്യം ഭരിച്ചത്. പ്രചേതസ്സുകൾ 1,00,000 വർഷമാണ് രാജ്യം ഭരിച്ചത്. പിന്നെ ധ്രുവന്റെ ഈ സ്ഥാനം ധ്രുവപദം അത് വൈകുണ്ഠത്തിന് തൊട്ട് താഴെയായിട്ട് ധ്രുവന്റെ വംശത്തിൽപ്പെട്ടവര് അതത്ര കേമായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ ചോദിച്ചാൽ ശരിയാ. പക്ഷെ പ്രചേതസ്സുകളുടെ വംശം അങ്ങനെയല്ല. പ്രചേതസ്സുകളുടെ മകനായിട്ട് ദക്ഷന ഉണ്ടായത്. ആ ദക്ഷനിലൂടെയാണ് ഇന്ന് കാണുന്ന സകല പരമ്പരകളും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 5 മാസം കൊണ്ട് പോരാ. അതുകൊണ്ട് 10,000 വർഷം, അതും ഭൂമിയിൽ അല്ല, കരയിലല്ല, ജലത്തിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടന്നുകൊണ്ടാണ് തപസ് ചെയ്തത്. എന്നിട്ടാണ് പ്രത്യക്ഷമായത്. എന്നിട്ടോ ഒരു ഉണ്ണിയെയാണ് കൊടുത്തത് ആകെ. പക്ഷെ ആ ഉണ്ണിയിലൂടെ ഇനി പറയണ്ട കേട്ടോ, ഇന്ന് കാണുന്നതായിട്ടുള്ള എല്ലാ സർവ്വ ജീവജാലങ്ങളും ആ ഉണ്ണിയിലൂടെ ഉണ്ടായതാണ്. ആ ഉണ്ണിയുടെ 60 പുത്രിമാരിലൂടെ ഉണ്ടായ വംശ പരമ്പര സൃഷ്ടി ആണ്. അത് ഇന്നും നിലനിൽക്കുക. അപ്പൊ അതിന് ഈ തപസ്സിന്റെ കൃച്ഛ തപസ്സാവുകയും വേണം, ദീർഘം കുറച്ച് കൂടുകയും വേണം. അതെല്ലാം ഭഗവാൻ ചെയ്യിച്ചു എന്ന് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ഈ പ്രചേതസ്സുകള് 10,000 വർഷം ഭഗവാൻ മഹാദേവൻ പറഞ്ഞു കൊടുത്തായിട്ടുള്ള രുദ്രഗീതം ജപിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഈ രുദ്രതീർത്ഥത്തില് മുങ്ങി കിടന്നുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്തു. ഈ പ്രചേതസ്സുകളില് അല്ലെങ്കിൽ ഈ 10 പേർക്കും ഒരേപോലെ ഒരു ഭാര്യയേ ഉള്ളൂ. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഉണ്ണി. ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ഈ സച്ചിദാനന്ദത്തെ അവരെ നന്നായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ആ ആനന്ദത്തിൻ്റെ പരിണതഫലമായിട്ട് കിട്ടിയതായിട്ടുള്ള ഈ ദക്ഷൻ എന്ന പുത്രനെ അവർക്ക് 1,00,000 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അത് പറയാറാവണല്ലോ കേട്ടോ. ആ സമയത്ത് ഒരു വരി ഭഗവാൻ മേൽപ്പത്തൂര് അടുക്കൂട്ടി ചേർത്തു. എന്താ അത്? ധ്രുവവത് ന ശീഘ്രത ബഭൂവ കാലോ ധ്രുവവത് ന ശീഘ്രത. ഭഗവാന്റെ സേവ കൊണ്ട് ഈ സച്ചിദാനന്ദത്തെ ലഭിക്കുന്ന ആ രസം കൊണ്ട് ഇത്രയും അധികം കാലതാമസം സംഭവിച്ചു. ധ്രുവനെ പോലെ വേഗം അത് മുക്തിക്ക് കാരണമായില്ല എന്ന്. അപ്പോൾ ഇവിടെ ആ നെഗറ്റീവിനെ നിങ്ങൾ ലവലേശെടുക്കണ്ട, നമ്മൾ ആരും എടുക്കാൻ പാടില്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്: ഇന്ന് ഇത്രയും വിശാലമായിട്ടുള്ള ഈ സൃഷ്ടിയുടെ അതിൻ്റെ നാനാത്വത്തിൻ്റെ ഒരു വൈപുല്യം അത് പ്രചേതസ അല്ലെങ്കിൽ പ്രാചേതസ ദക്ഷിണയിൽ കൂടെയാണ് ഉണ്ടാവേണ്ടത്. അതിന് കണക്കാക്കിയിട്ടാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. കർദമൻ ഇതേപോലെ 10,000 വർഷം തപസ് ചെയ്തപ്പോൾ ആ കർദമന് ദേവഭൂതിയിലുണ്ടായ 9 പെൺകുട്ടികളിലൂടെയാണ് വംശത്തെ നന്നായിട്ട് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ തപസ് ചെയ്ത അതിൻ്റെ ഫലമുണ്ട്, കർമ്മത്തിന് ഫലമുണ്ട്. അതാണ് അമീ ഈ പ്രചേതസ്സുകള്, ഇവര് എന്ന് സാരം. അവര് ആയുധം 10,000 സമാഹ വർഷങ്ങള്, കാലം ഒരേപോലെ തന്നെ കാലം ഇങ്ങനെ കടന്നുപോയി എന്നർത്ഥം. 10,000 വർഷം കാലം കടന്നുപോയി. നമുക്ക് ആകെ ആയുസ് എത്രയാണുള്ളത്? 100 വയസ്സാണ്. 100 വർഷമേ ഉള്ളൂ. അങ്ങനെ 100 × 10 1000, 100 × 100 10,000. അപ്പോൾ 100 ജന്മം എടുത്താൽ പോലും നമുക്ക് പറ്റില്ല. കാരണം നമുക്കിപ്പോൾ 60 വയസ്സ് അല്ലെങ്കിൽ 120 വയസ്സ് 100 വയസ്സിന് വരെ നമുക്ക് അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പകുതി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു 200 വർഷം 200 ജന്മം വേണ്ടി വരും. ഇവരുടെ ഈ തപസ്സിൻ്റെ കാലാവധി 200 ജന്മം എടുത്തിട്ട് തപസ് ചെയ്താലേ ഈ പ്രചേതസ്സുകൾ ചെയ്ത തപസ്സിൻ്റെ അത്രയും ദീർഘം വരുള്ളൂ. നമ്മൾ ഒരു ജന്മം തന്നെ എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത് നിശ്ചയില്ല. അതിൽ ഓരോ ദിവസം ഇത്രയും തപസ് ചെയ്യാൻ നമ്മൾ കൂട്ടിയാൽ പറ്റുന്നില്ല. ഒരു ഏകാദശി നോക്കണമെന്ന് വെച്ചാൽ 10 ദിവസം മുന്നേ തുടങ്ങുകയും, എല്ലാ ഏകാദശിയും നോക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഇന്ന് തുടങ്ങിയാൽ ഏകാദശി കഴിഞ്ഞാൽ 2 ദിവസം റെസ്റ്റ്, അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുക ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ. ഇതാണ് നമ്മുടെ ഒരവസ്ഥ.
അപ്പോൾ അതുപോലെയല്ല 200 ജന്മം മുഴുവനായി തപസ് ചെയ്യണമെങ്കിലേ അങ്ങനെ തപസ് ചെയ്തു. ഭഗവാൻ മഹാദേവൻ അങ്ങോട്ട് ഒന്നും ചെയ്യാതെ കണ്ട്, ഒരു തപസ്സും ചെയ്യാതെ കണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഭഗവാനെ ഇങ്ങനെ ഭജിച്ചോളൂ കേട്ടോ എന്ന് ഈ കുട്ടികളോട് പറയാ. പൃഥുവിൻ്റെ ജന്മത്തിൽപ്പെട്ട കർമ്മഠനാണെങ്കിലും ഭക്തനായിട്ടുള്ള പ്രാചീന പരിഹിസിന്റെ പുത്രന്മാരായിട്ടുള്ള സൽസ്വഭാവികളായിട്ടുള്ള ഈ സഹോദരത്വം ഇതേപോലെ ഏകമനസ്കരായിട്ട് അങ്ങനെ ആരും കാണില്ല. അപ്പം ആ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ശിവമാർഗത്തെ പറഞ്ഞു കൊടുത്തു. ശിവഗീതമായിട്ട്, രുദ്രഗീതമായിട്ട്, യോഗാദേശം എന്ന ബ്രഹ്മാവിനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ ഭഗവത് ഭജന വിധി, രൂപനാമ മന്ത്ര അല്ലേ എല്ലാം കൂടിയിട്ട് പറഞ്ഞു കൊടുത്തു. അത് ജപിച്ചാൽ മതി എന്നാണ്. ഇപ്പം നമ്മൾ ചിലതൊക്കെ ജപം കൊണ്ട് തന്നെ കിട്ടും. മനോമുഖം പോലെ അതിൻ്റെ ഫലം അങ്ങനെയാണ്. എല്ലാറ്റിനും ഈ ജപം കൊണ്ട് മനോമുഖം പോലെ ആക്കാൻ പറ്റില്ല. ചിലത് ചെയ്യുന്നെ വേണം. അപ്പോൾ ഇതത് വേണ്ട. ഇത് മനോമുഖം പോലെ ഈ സ്തുതി ചെല്ലിയാൽ മതി. അതുകൊണ്ടാണ് ആ അധ്യായം സ്ഥിരം വായിച്ചാൽ ഒരു തപസ് ചെയ്യുന്ന രൂപത്തിലായിത്തീരും എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ രുദ്രഗീതത്തിന് അധികം പ്രാധാന്യമുണ്ട്. ആ സ്തോത്രം ഇതേപോലെ 10,000 വർഷം ജലത്തിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടന്നിട്ട് ജപിച്ചു, ഭഗവാനെ സേവിച്ചു. ആ ഈ പ്രചേതസ്സുകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം അത് അങ്ങനെ നീണ്ടുപോയി. അവർ ആ രസത്തെ ഇങ്ങനെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്നാൽ അവരത് സച്ചിദാനന്ദത്തെ അനുഭവിച്ച് കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞോട്ടെ എന്ന് കണക്കാക്കി. അപ്പം അതും ഒരു പ്രധാനമാണ്. നമ്മൾ തപസ് ചെയ്യുമ്പോൾ അസുരന്മാരുടെ തപസ് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ അവർ സ്മരിക്കുകയില്ല. ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയാൽ പിന്നെ ബ്രഹ്മാവിനെ സ്മരിക്കാറില്ല. ശിവനിൽ നിന്നും വരം വാങ്ങിയാൽ പിന്നെ ശിവനെ സ്മരിക്കാറില്ല. വിഷ്ണുവിൽ നിന്നും വരം വാങ്ങിയാൽ പിന്നെ വിഷ്ണു അത്ര കാര്യമില്ല. അങ്ങനെയല്ല, ഇത് സ്ഥായി ഭാവം വേണമെന്നാ. ഈ പ്രചേതസ്സുകൾക്കും പറ്റിയിട്ട് അബദ്ധം. 1,00,000 വർഷം ഭരിക്കണേൻ്റെ ആ ഭരണത്തിലുള്ള ശ്രദ്ധ കൊണ്ട് തേവാരത്തെ വിട്ടു. 1,00,000 വർഷം കഴിഞ്ഞപ്പോൾ പുണ്യമുണ്ടായി. ദക്ഷന് പ്രായപൂർത്തിയായപ്പോൾ വിവാഹം കഴിച്ചു കൊടുത്തു. രാജ്യം ഭരിക്കാനുള്ള അധികാരമായി, അതിനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി, തങ്ങൾക്ക് പോവാറായി എന്ന് കണക്കാക്കി. അപ്പോൾ വീണ്ടും ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ഈ 10,000 വർഷം ജപിച്ചതായിട്ടുള്ള ആ മന്ത്രത്തെ ഓർമ്മയില്ല. യോഗാദേശ മന്ത്രത്തെ ഓർമ്മയില്ല. നോക്കണേ, 10,000 വർഷം ജപിച്ചിട്ടേ ഓർമ്മയില്ല. നമുക്കൊക്കെ അറിയാം, ഒരു കൊല്ലം ചമതട്ടിട്ടും ആ ചമതയുടെ മന്ത്രം മറന്നു. എല്ലാ ദിവസവും സ്വയം ചെയ്യും. മറ്റുള്ളവരൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവില്ല, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ ചമതടാനുള്ള മന്ത്രം മറന്നു. ഒരു കൊല്ലം ചെയ്തിട്ടാണേ. 6 കൊല്ലം ഒക്കെ ചമതരണ ആൾക്കാരുണ്ട്. 6 കൊല്ലം 7 കൊല്ലമൊക്കെ. ഇന്ന് കഷ്ടിയാവും. ഇന്നിപ്പോൾ 1 കൊല്ലത്തിൽ കൂടുതൽ കാണാറില്ല. ഉണ്ടാവുമായിരിക്കാം, ഈ വേദം പഠിക്കുന്ന പുണ്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മറക്കും. എന്താ കാരണം? സ്ഥിരം ചെയ്തിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് മനനം ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ല വെച്ചാൽ നമ്മൾ അത് മറന്നു പോകും. അപൂർവം ചിലത് കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നൊക്കെ കേമായിട്ട് ചിലർ പറയണേക്കാം. മുഴുവനൊന്നും ഓർമ്മയില്ലേ, ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്കിത് ഓർമ്മയുണ്ട് എന്നാണ് പറയേണ്ടത്. എനിക്കിത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത്. എനിക്ക് അന്ന് പഠിച്ചു ഇന്നും ഓർമ്മയുണ്ട് എന്ന് പറയുന്ന ആ ഒരു വീരസ്യം അത് സ്വതേ 1% പോലും ആവണില്ല. 0.001 ഒക്കെ ആവണല്ലോ. അതിനെ കണക്കാക്കണില്ല. എന്നിട്ടും പറയും എനിക്ക് അന്നത്തെ കാര്യം ഇന്നും ഓർമ്മയുണ്ട്. എനിക്കിത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഓർമ്മയില്ല. ഏതാ സത്യം? അപ്പോൾ ഇവിടെ ഈ പ്രചേതസ്സുകൾക്ക് പോലും ഒടുക്കം നാരദനിൽ നിന്ന് ഈ വിദ്യ ആദ്യം സ്വീകരിക്കേണ്ടി വന്നു, എന്നിട്ടേ മുക്തി കിട്ടിയുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഭഗവാൻ അങ്ങനെയാണ്. നമ്മെ എല്ലാ അർത്ഥത്തിലും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഭഗവത് സ്മൃതി എപ്പോൾ നമ്മിൽ നിന്നും നഷ്ടമാകുന്നുവോ അപ്പോൾ ആപത്ത്. ഭഗവത് സ്മൃതി എപ്പോഴൊക്കെയാണ് നമ്മിൽ ഉള്ളത് അപ്പോഴൊക്കെ സമ്പത്ത്. അതാണ് സമ്പത്ത്. ഭഗവത് സ്മൃതിയാണ് സമ്പത്ത്.
ഭഗവാനെ മറക്കുന്നതാണ് ആപത്ത്. അപ്പൊ ഇവിടെ ഭഗവാനെ മറന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഭഗവാന് വേണ്ടിയിട്ടാണ് രാജ്യം ഭരിച്ചത്, നന്നായിട്ട് തന്നെ രാജ്യം ഭരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. എങ്കിലും ഇത് സംഭവിക്കാം, ഇത് നമ്മളെ പഠിപ്പിക്കാനാ. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നമ്മളൊരു പക്ഷേ ഈ കുട്ടിക്കാലത്ത് ചെയ്ത് അനവധി കാലം ചെയ്ത് പിന്നെ കല്യാണം കഴിച്ചു, കുട്ടികളായി, പ്രാരബ്ധമായി, പിന്നെ അവരുടെ വിവാഹാദി കാര്യങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ, അങ്ങനെ ആയപ്പോഴേക്കും 80-84 വയസ്സായി. പ്രാരബ്ധം തിന്നിട്ടേ വയസ്സൊക്കെ കുറച്ച് മുകളിലേക്ക് കയറി. അപ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ സ്വസ്ഥമായി. എന്നാൽ ഈ ഭഗവാനെ ഭജിക്കാൻ വിചാരിക്കുന്ന നോക്കുമ്പോൾ ആദ്യത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പുസ്തകം നോക്കുമ്പോൾ കണ്ണും കാണാനില്ല. കേൾക്കാൻ ഇന്നിപ്പോൾ സൗകര്യങ്ങളുണ്ട്, പണ്ടൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്യരെ ആശ്രയിക്കേണ്ടി വരണു. അപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അതില്ല, നമ്മൾ പറഞ്ഞെടുത്തിട്ടില്ല. പിന്നെ അന്യന്മാരോട് വന്ന് അത് ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾ കൂട്ടാക്കണമില്ല, പേരക്കുട്ടികളും കൂട്ടാക്കണില്ല. ഗർഭഗീതയിൽ അതിങ്ങനെ പറയുന്നുണ്ട്, മൂലക്കിൽ മാറ്റിയിരുത്തും എന്നൊക്കെ. മുറി തന്നെ മാറ്റിയിരുത്തുന്ന, മാറ്റിക്കിടത്തും, ഉമ്മർത്തൊന്നും ഇരിക്കണ്ട. കപില മഹർഷി ദേവഹൂതി മാതാവിനോട് പറഞ്ഞു കൊടുക്കുന്നതാ. ഇത് വലിയൊരു പാഠമാണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വന്നു എന്ന് വിചാരിച്ച് പരിഭ്രമിക്കരുത്, അത് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങനെ വ്യാഖ്യാനിച്ച് പോകുമ്പോൾ പലതും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പം അങ്ങനെ വേണം ഭാഗവതത്തെ പഠിക്കാനായിട്ട്. സ്തവം ജപന്തസ്തമീ ജലാന്തരേ ഭവന്തമാസേ വിഷിത ആയുധം സമാഹ ഭവസുഖാസ്വാദരസാദമീശ്രിയാൻ ബഭൂവ കാലോ ധ്രുവവത് ന ശീഘ്രതാം. ഇവിടെ ഈ പ്രചേതസ്സുകൾ ഈ രുദ്രഗീതം എന്ന ആ സ്തുതിയെ 10,000 വർഷം ജലത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഭവന്തം ആസേവിഷിത, അങ്ങയെ ഭക്തിയോടു കൂടിയിട്ട് സേവിച്ചു, സേവനം ചെയ്തു. ആസേവിഷിത, വേറെ യാതൊന്നും ചെയ്തില്ല, ഈ ഭഗവാനെ സേവിക്കൽ മാത്രമേ ചെയ്തുള്ളൂ. അതാണ് ഭവന്തം ആസേവിഷിത. പിന്നെയോ ഭവൽ സുഖാസ്വാദ രസാദ്, ഇങ്ങനെ ഭഗവാന്റെ മാത്രം സ്വീകരിച്ചതുകൊണ്ട്, ഭഗവാനെ മാത്രം സ്വീകരിച്ചതുകൊണ്ട്, ഭഗവാനിലേക്ക് മനസ്സ് അങ്ങോട്ട് എത്തിയത് കൊണ്ട്, അത് മാത്രം ഭജിച്ചത് കൊണ്ട് ആ സുഖം സച്ചിദാനന്ദം അനുഭവിച്ച രസത്തിൽ അങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞു. അമീഷു, ഈ പ്രചേതസ്സുകൾക്ക്, ഭക്തന്മാർക്ക് ഇയാൻ കാലഹ ബഭൂവ, ഇത്രയും കാലം വേണ്ടി വന്നു മുക്തി ലഭിക്കുന്നതിന്. അവർ 10,000 വർഷം ഭജിച്ചു. ധ്രുവന് ഈ 5.5 മാസം 6 മാസമേ വേണ്ടി വന്നുള്ളൂ. അത്രയും വേഗത്തിൽ ഇവർക്ക് കിട്ടിയില്ല. ധ്രുവന് ഭഗവാൻ വേഗം കൊടുക്കാനുള്ള കാരണം ചെറിയ കുട്ടിയാണ്, പിന്നെ അതിനുള്ള അർഹത മുഴുവനുണ്ട്, പൂർവജന്മ സുഹൃതം വളരെയധികം ഉണ്ട്. ഇവർക്ക് ഇല്ലായിട്ടല്ല, ഇവിടെ ഒരാവശ്യമുണ്ട്. കാരണം കുട്ടിക്കാലത്ത് കൊടുക്കേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീക്ഷ്ണതയും അങ്ങനെ തന്നെയാണ്. ഈ ചെറിയ ഉണ്ണി സാധാരണഗതിയിൽ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് ആഹാരവർജ്യം ചെയ്തുകൊണ്ട് 3 മാസം ഓരോ മാസത്തിൽ ഈ ക്രമത്തിലായിട്ടുള്ള തപസ്സിൻ്റെ ആ കാഠിന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആഹാരം ഉപേക്ഷിച്ചു, പിന്നെ വെള്ളം ഉപേക്ഷിച്ചു, ഈ വായു ഉപേക്ഷിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ ഈ 6 മാസത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം അങ്ങനെയൊന്നും തപസ് ചെയ്യാൻ സാധാരണക്കാർക്ക് പറ്റൂല. അപ്പം അതിൻ്റെ ആ ഒരു പ്രാഗൽഭ്യവും കൂടി അവിടെ പറഞ്ഞു. പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കണു, എന്താണ്? ഭവന്തം ആസേവിഷിത, വേറെ യാതൊന്നും അവർ ചിന്തിച്ചില്ല. ധ്രുവനും അതേപോലെ തന്നെ വേറെ യാതൊന്നും ചിന്തിച്ചില്ല. തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവണം. പിന്നെ അത് കഴിഞ്ഞാലോ കണ്ടിന്യൂറ്റിയും വേണം. ഇതും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അമീ ആയുധം സമാഹ തം സ്തവം ജപന്തഃ ജലാന്തരേ ഭവന്തം ആസേവിഷിത. അത് ആസേവിഷിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സദാസമയത്തും മറ്റെല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ട് ഭഗവാനെ മാത്രം സേവിച്ചു. ആസേവിഷിത. അമീഷു ഭവൽ സുഖാസ്വാദ രസാദ് ഇയാൻ കാലഹ
ബഭൂവ ധ്രുവവത് ശീഘ്രത എന്ന. സ്തവം ജപന്തസ്തമീ ജലാന്തരേ ഭവന്തമാസേവിഷിതായുധം സമാഹ. സ്തവം ജപന്തഃ തം അമീ ജലാന്തരേ ഭവന്തം ആസേവിഷിത അയുധം സമാഹ. ഭവത് സുഖ ആസ്വാദ രസാത് അമീഷു ഇയാൻ ബഭൂവ കാലഃ ധ്രുവവത് ന ശീഘ്രത. പദച്ഛേദം. സ്തവം ജപന്തസ്തമീ ജലാന്തരേ ഭവന്തമാസേവിഷിത ആയുധം സമാഹ. ഭവൽ സുഖാസ്വാദരസാദ് അമീഷ്യാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാം. ധ്രുവവന്ന ശീഘ്രതാം. 4 ശ്ലോകങ്ങളെ ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള 6 ശ്ലോകങ്ങൾ അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ.